ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. അപ്പൊ ഞാൻ എന്തിനാ നിങ്ങളെ മുന്നിൽ വന്നതെന്ന് അറിയോ? ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാട്ടാ. ഞാനല്ല, ഞങ്ങള് പറഞ്ഞാൽ ആരാന്നറിയോ? എൻ്റെ അക്കുമ്മ വന്നതാണ്, ആരും അറിയില്ല. പിന്നെ കാരണം ഞങ്ങൾക്ക് വീട് കൂടലൊക്കെ ആണല്ലോ, വീട് കൂടലൊക്കെ ഞങ്ങളോട് പറഞ്ഞിരിക്കണല്ലോ ഏതാ ഡേറ്റ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ അന്നൊക്കെ എന്നോട് എല്ലാവരും ചോദിച്ച് കുട്ടികൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആരും വരൂല പറഞ്ഞപ്പോൾ എൻ്റെ അക്കുമ്മോന് പെട്ടെന്നാ വന്നത്. നമുക്ക് സർപ്രൈസ് തന്നുകൊണ്ടാണ് അവന് വന്നിക്കുന്നത്. അപ്പോൾ അവന് സർപ്രൈസ് ഞങ്ങൾ കൊടുക്കാൻ പോവുകയാണ്, ഇമ്മാക്കും എൻ്റെ അടുത്തേക്കും കേട്ടാ. അവരുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പെട്ടെന്നാണ് അവൻ്റെ വരവ് ഉണ്ടായത്. അപ്പം ഇനി നമുക്ക് നോക്കാം. അവിടേക്കും ഞങ്ങൾ പോവുകയാണ് ഇപ്പോൾ സർപ്രൈസ് കൊടുത്തുകൊണ്ട്. ആദ്യം സൗദമ്മാൻ്റെ അടുക്ക് എന്താവുന്നൊന്നും നമുക്കറിയില്ല. കാരണം ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഇത് ചെയ്തിക്കണ് എങ്ങനെ അവളുടെ അടുത്തേക്ക് പോകണ്ടേ എന്നുള്ളതൊക്കെ ഞങ്ങൾ കാരണം ചെയ്തിട്ടാണ് പോണത്. അവളെന്ന് പറഞ്ഞാൽ അങ്ങനെ അകത്തിരിക്കുന്ന ഒരാളാണ്, എന്താന്നുള്ളതൊന്നും അറിയില്ല. അപ്പം ഞങ്ങൾ വാതിലൊക്കെ തട്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോവുകയാണ്. എന്താവുന്നൊന്നും നമുക്കറിയില്ല. ഭാവങ്ങൾ എന്തല്ല ഭാവങ്ങൾ ഇങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പോണത്. ആദ്യം സൗദമ്മാൻ്റെ വീട്ടിലേക്ക്, അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോകണ്ടിട്ട് ഇമ്മാൻ്റെ അടുത്തേക്ക്. അപ്പം നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ വരി, നമുക്ക് പോയി നോക്കാം എന്തൊക്കെ ആവും എന്നുള്ളത്. അക്കു വന്നത് അവരാരും അറിയില്ലട്ടാ. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അക്കുനെ കാട്ടി കൊടുക്കൂല. അപ്പം നമുക്ക് നോക്കി നോക്കാം എന്താവും ഭാവം എന്നുള്ളത്. അപ്പം നോക്കാം, വരി എന്നാൽ അവിടെ എത്തിയിട്ട് കാണട്ടോ. അസ്സലാമലൈക്കും, ബൈ. അപ്പം ഗായ്സ്, ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്താവുന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടില്ല കേട്ടോ സംഭവം. വാതിലൊന്നും തുറന്നിട്ടില്ല, കണ്ടില്ല, വാതിലൊന്നും തുറന്നിട്ടില്ല. എന്താവുന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അവളെ ഭാവം എന്താന്ന് പോലും ഞങ്ങൾക്കറിയില്ല. നമ്മൾ പോയി നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ വാതിൽ മുട്ടി വെക്കട്ടെ കേട്ടോ. നമ്മൾ ഓണം വെല്ലടിക്കാം. ആദ്യം ഞങ്ങൾ വെല്ലടിച്ചേക്കാം. എന്താവുന്നൊന്നും അറിയില്ല. ഞങ്ങൾ അക്കുനെ ഇപ്പോൾ കാട്ടി കൊടുക്കൂല. ഞങ്ങൾ ആദ്യം കയറിയിട്ട് പിന്നെ ഞങ്ങളെ ബാക്കിൽ ഞങ്ങൾ അക്കുനെ കാട്ടും. അപ്പം അക്കു അതാ നിൽക്കുന്നു. അക്കുനെ ഞങ്ങൾ പക്ഷെ അക്കുനെ ഇപ്പോൾ കാട്ടൂല. ഞങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, വരി. അപ്പൊ ഗൈസ്, നമ്മൾ വാതിൽ തുറക്കാൻ പോട്ടെ. ഞങ്ങൾ വാതിൽ തുറക്കാൻ പോകണം. എന്തായിരിക്കും എക്സ്പ്രഷൻ നോക്കാം. ആദ്യം ഞങ്ങൾ വാതിൽ മുട്ടാണ് കേട്ടോ. വാതിൽ മുട്ടി നോക്കട്ടെ കേട്ടോ. വാതിൽ മുട്ടട്ടെ, എന്താവും നോക്കട്ടെ. അവിടെ നിൽക്കുകയാണ്. ഓക്കെ, ഇതാരാ ഇതാരോട് പഠിച്ചോനെ. അപ്പൊ സർപ്രൈസ് ആയി ഗൈസ്. ഇതെന്താ മക്കളെ പറയാതെ വന്നിട്ട്? ഒന്നുമില്ല, വെറുതെ സർപ്രൈസ് തരാറില്ല. ഇതെന്താണ് അവസ്ഥ? നിങ്ങൾ കിട്ടുന്നില്ല. നിങ്ങളതിനെ ഫുള്ള് കിട്ടുകയല്ലേ? ഇതെന്താണോ കഴിച്ചിട്ട് പള്ളൊക്കെ ചാടി. അപ്പൊ നമ്മളെ എന്താണ് സർപ്രൈസ് രണ്ടാളും സർപ്രൈസ് ആയിട്ട് കേട്ടോ. കണ്ടില്ല? അപ്പൊ ഗ്യാസ് പറു ഒക്കെ സൗദനും പറവൊക്കെ സർപ്രൈസ് ചെയ്യുന്നല്ല, നമ്മൾ സർപ്രൈസ് ആക്കിയില്ല. അപ്പോൾ അതാ അവർ ഫുഡൊക്കെ അവർക്ക് പിന്നെ ഫുഡ് കടയൊക്കെ ഉണ്ടല്ലോ, അവർ കടയിൽ ഓർഡർ ചെയ്ത് അവരെ കടയിൽ നിന്ന് തന്നെ അപ്പോൾ എന്തൊക്കെ കൊടുന്ന് വെച്ചിരിക്കണം. അപ്പോൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ. ഞങ്ങളെല്ലാവരും അവർക്ക് പിന്നെ നമ്മളൊന്നും വായിക്കല്ലോ, ആര് വന്നാലും പറ്റത്ത് ഓർഡർ ചെയ്ത് അവരെ കടയിൽ നിന്ന് കൊണ്ടുവരാമല്ലോ. അപ്പോൾ അതൊക്കെ കൊടുന്ന് വെക്കുകയാണ്.
അപ്പൊ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാട്ടാ. എന്നിട്ടാ പരക്കം മാഞ്ഞടിക്കണ്ട് സോദമ്മ ഇവിടെ. എന്നൊക്കെ ഭയങ്കര ഇതിലാണ് വൃത്തി. അവര് പറയാതെ വന്നതല്ലേ നമ്മള് വേഗം പെട്ടെന്ന് കൊണ്ടൊക്കെയാണ്. ചെമ്മീൻ പൊടിച്ചത് മധുരത്തോടെ അടിപൊളിയാണോ ഐറ്റംസ് ബിരിയാണി ബിരിയാണി വേസ്റ്റ് ആവും അതൊന്നുമില്ല. ആദ്യോ ബീഫ് ബിരിയാണി നല്ല ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടിട്ട് കടക്കാരല്ലേ നമ്മളീ പാവപ്പെട്ടവരൊക്കെ അടിപൊളി. എല്ലാരും മക്കളൊക്കെ അവിടെ വന്നോളിട്ടാ. സൂപ്പർ ബിരിയാണിയാണ്. നല്ല അടിപൊളി ബിരിയാണി കണ്ട നല്ല ടേസ്റ്റ് ആട്ടോ. ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് വരുമോ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് മാത്രം. ഞങ്ങളിവിടെ വരുമ്പോ ഇവിടെ എന്താണ് ഫുഡൊക്കെ കഴിച്ചിട്ടാ പോവുക. കാരണം ഞങ്ങൾ ഭക്ഷണം ഒന്നും കഴിക്കാതെ തരും. അത് ഇവിടെ പല മോഡൽ ഇതുണ്ടാവും ഫുഡ്. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ. ഇതെന്താണ് ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത്. അപ്പൊ ഞാനൊന്ന് കഴിച്ചാക്കട്ടെ. ഒന്നും പറയാനില്ല. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ഫുഡാണ്. ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. ലൊക്കേഷൻ അല്ല ഹോട്ടൽ നടക്കാവ് കൂൾ വെറൈറ്റി അല്ലേ. ഞാൻ വെറുതെ പറയില്ല. അടിപൊളി ഫുഡാണ്. എല്ലാവരും വീഡിയോ കാണുമ്പോൾ എല്ലാവരും ആ വഴിക്ക് പോകുമ്പോൾ കടയിൽ കയറണം കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എന്റെ ഇതിന് വലിയൊരിറച്ചിയൊക്കെ എന്താ കുട്ടിയാണ് നമുക്ക്. ഞങ്ങളിതാ അവിടുന്ന് സൗദമ്മാന്റെ വീട്ടിൽ നിന്ന് ഇതാ സൗദമ്മാനെ എടുത്ത് സൗദമ്മാനെ കണ്ടില്ല അവളെ എടുത്ത് ഞങ്ങളിതാ എൻ്റെ വീട്ടിലേക്ക് പോവാം. അപ്പൊ എൻ്റെ വീട്ടിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ അക്കു വന്നത്. അപ്പൊ സർപ്രൈസ് ആണ് കേട്ടോ. അപ്പൊ എന്താവും എൻ്റെ അമ്മാന്റെ ഭാവമൊക്കെ എന്താവും നമുക്ക് നോക്കാം. അപ്പൊ ഞങ്ങളിതാ വീട്ടിന്റെ മുന്നിലാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. ഇനി ഞങ്ങളിതാ വീട്ടിൽ കയറാൻ പോവാണ്. അപ്പൊ നമുക്ക് നോക്കാം. അവരൊന്നും അറിയില്ല കേട്ടാ. അപ്പൊ ഇതാ നമ്മൾ പോവാണേ. നമ്മൾ നോക്കാം. നമ്മൾ നോക്കാം. വാതിലൊക്കെ തുറന്നു വെച്ചിരിക്കണ്. അപ്പൊ ഒരു ചെറിയൊരു സൂചന ഉണ്ട് ഞങ്ങൾ വരും. പക്ഷെ അക്കൂന് അവർക്ക് ഒരു ഇതും ഇല്ല കേട്ടാ. ഒരു ഇതും ഉണ്ടായിട്ടില്ല. അവര് അപ്പൊ അക്കൂന്റെ സർപ്രൈസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം അക്കൂനെ കാണുമ്പോ എന്താവുന്നു. ഓക്കെ വരി പോവാ. നമ്മളല്ലു അവളില്ലാന്ന് ഞാൻ 2 ദിവസമായി ഞാൻ മിന്നാന്ന് ഇന്നലെ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചാ. പക്ഷെ എന്തായി ഛർദി ഇതൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ട് സ്റ്റെക്ക്. അപ്പൊ നേരത്തെ കൊണ്ടുപോകും. അപ്പൊ ഗായ്സ് ഞങ്ങൾക്ക് സർപ്രൈസ് ചെയ്തിട്ടാ. അപ്പൊ ഇവരാകെ എന്താ ഒരു ചെറിയൊരു സൂചന അവർക്ക് കിട്ടിയിക്കണേ. അതുകൊണ്ട് അവർക്ക് വരാതെ ഇമ്മ അറിഞ്ഞിട്ടില്ല കേട്ടാ. ഇമ്മ അറിഞ്ഞിട്ടില്ല അവര് വന്നത്. സർപ്രൈസ് പൊട്ടി. അപ്പൊ നമുക്ക് നോക്കാം. ബൈ. How are you guys? ആയിഷ വരാം.
അക്കാക്ക് കൊടുത്ത സാധനമാണ് ഗൈസ് വലിയമ്മക്ക് കൊടുക്കും നമ്മൾ. എല്ലാരും ഉണ്ട് ഗൈസ് ഇവിടെ. ഞങ്ങൾ ചായ കുടിക്കാണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട്. കണ്ടില്ലതാ അക്കാക്കത്തിരിക്കുന്നു. എല്ലാവരും ഇവിടെ ചായ കുടിക്കാണ്. ഞങ്ങളെ വലിയമ്മ നിസ്കരിക്കാണ്. നോക്കണ്ടോളൂ, ഞങ്ങൾ ഇവിടെ ബേക്കറി ഇട്ടു. ബേക്കറി അവിടെ നമ്മൾ ഫുഡ് കഴിച്ചോണ്ട് ഇവിടെ നമ്മൾ ബേക്കറി. അപ്പൊ ഗായ്സ് ഞങ്ങൾ തിരിച്ചെത്തി. ഞങ്ങൾ സർപ്രൈസ് ഒക്കെ കഴിഞ്ഞതാ. ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പൊ ഞാനിത് പുറത്തേക്ക് ഒന്ന് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണണട്ടാ. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ എല്ലാവരും കാണണം. അടുത്ത വീഡിയോ ഞാനിതാ എൻ്റെ വീട് കൂടിയിരിക്കലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ? അപ്പം അടുത്ത് ഞാൻ പിന്നെ ഇനി എൻ്റെ വീട് കൂടിയിരിക്കലായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കാണണം. കണ്ടാലും കണ്ട് അഭിപ്രായം പറയണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എൻ്റെ തിരക്കൊക്കെ ആയിട്ട് ഞാൻ ഇടുന്നത്. ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ തിരക്കിലൊക്കെ പോയിട്ട് ഞാൻ ഓരോ വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ ഇടുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കാണണം. തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസൊക്കെ കാണണം. അപ്പം ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എൻ്റെ വീട് കുടിയിരിക്കൽ. ഓക്കെ, നിങ്ങളെല്ലാവരും കാണില്ലേ? ഓക്കെ, അസ്സലാമു അലൈക്കും. ബൈ.